ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേറൊരു പോലീസുകാരനെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ട് സഹദേവൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. അതിനു മുമ്പ് കൃഷ്ണനോട് പറയും, അകത്ത് കിടക്കുന്നവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദി നീ മാത്രമായിരിക്കുമെന്ന്. കൃഷ് പറയും, അകത്ത് കിടക്കുന്നവൻ ഉറപ്പായിട്ട് സംഭവിക്കും, പക്ഷെ അതിൻ്റെ ഉത്തരവാദി അവൻ മാത്രമായിരിക്കുമെന്ന്. അങ്ങനെ സഹദേവനും കൃഷ്ണൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞ് തർക്കം ഉണ്ടാക്കുന്നുണ്ട്. ആൻറ്റിയമ്മ വന്ന് പറയും, പ്ലീസ് സാർ ഒന്ന് ഇവിടുന്ന് പോകണമെന്ന് പറയും. പിന്നെ സഹദേവൻ അവിടെ നിന്ന് പോകും. കൃഷിനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും കൂടിയാണ് സഹദേവൻ പോകുന്നത്. ആ സമയം മാനസ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റിയമ്മ ഇവിടെ പ്രശ്നമെന്ന്. മാനസെ കാണുമ്പോൾ തന്നെ കൃഷി അങ്ങ് മാറിപ്പോകും. ആൻറ്റിയമ്മ പറയും, ആ ബലരാമൻ ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ മാനസ പറയും, എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്കും പറയാനുണ്ട്. ഈ ബലരാമൻ്റെ സഹോദരി അലിഗയിൽ എത്തിയിട്ടുണ്ട്. ദേവ്ജിയായിട്ട് 1 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട്. ആ ബലരാമൻ്റെ അനിയത്തിലൂടെ വേറൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. CCTV ഫുട്ടേജസ് ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ആൻറ്റിയമ്മ കൃഷ്ണനെ വിളിക്കും. എടാ കൃഷ്ണ, നീ ഇതെല്ലാം കേൾക്കുന്നുണ്ടോ എന്താന്ന് ചോദിക്കുമ്പോൾ പറയും, ആ ബലരാമൻ്റെ അനിയത്തി ഇന്ന് അലിഗയെ വന്നിട്ടുണ്ടായിരുന്നെന്ന്. ദേവ്ജിയായിട്ട് 1 മണിക്കൂറോളം സംസാരിച്ചെന്ന്. എല്ലാം നമ്മുടെ കുടുംബത്തിനെതിരായി തന്നെയാ. ഇങ്ങനെയുള്ളവരെയൊന്നും അലിഗയെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നീ ഇപ്പം തന്നെ ദേവ്ജിയെ വിളിച്ച് ചോദിക്കുക. ഇത് അയാളെ നിഷേധിക്കുകയാണെങ്കിൽ ആ CCTV ഒക്കെ അങ്ങ് പരിശോധിക്കാൻ പറ. അങ്ങനെ അയാളെ വിടാൻ പറ്റില്ലല്ലോ. കൃഷി ചോദിക്കും, മാനസ പറഞ്ഞതെല്ലാം സത്യമാണോ? അതേ കൃഷ്. അവൻ ചോദിക്കും, മാനസ ഇതെങ്ങനെയാണ് അറിഞ്ഞത്? ഓഫീസിൽ പോയിരുന്നോ? മാനസ ഇപ്പം സസ്പെൻഷനിലല്ലേ? അവൾ പറയും, ഇല്ല ഞാൻ പോയിട്ടില്ല. കൃഷി പറയും, ഇതറിഞ്ഞാൽ മതിയായിരുന്നു. അപ്പം മാനസയ്ക്ക് ഈ വിവരമൊക്കെ ചോർത്തി തന്നത് ആ ശ്രീദേവി ആയിരിക്കുമല്ലോ. നീ കാരണം അവൾക്ക് കിട്ടാൻ പോകുന്നത് ടെർമിനേഷൻ ലെറ്റർ ആയിരിക്കും. ആൻറ്റിയമ്മ പറയും, നീ ഇപ്പോഴും ആ ദേവ്ജിയെ തലയെ വെച്ചുകൊണ്ട് നടക്കുകയാണോ? കൃഷി പറയും, തലയെ വെക്കേണ്ടവരെ തലയെ വെക്കും, ചവിട്ടി താഴ്ത്തേണ്ടവരെ ചവിട്ടി താഴ്ത്തും. ഹേമ ചോദിക്കും, കൃഷി എന്താ പറഞ്ഞത്? എൻ്റെ മോളെ തലയെ വെക്കുമെന്നോ ചവിട്ടി താഴ്ത്തുമെന്നോ? കൃഷി മിണ്ടാൻ നിൽക്കുമ്പോൾ മാനസ അങ്ങ് കരയാൻ തുടങ്ങും. ഈ കൃഷി എന്തൊരു സാഡിസ്റ്റാ. ഇതുപോലെ ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. ആൻറ്റിയമ്മ കൃഷ്ണനോട് പറയും, എടാ ഈ പാവത്തിൻ്റെ കണ്ണീരിൻ്റെ പാവമൊക്കെ നീ എവിടെ കൊണ്ടേ കഴുകി കളയുവടാ. കൃഷി എന്നാൽ അത് മൈൻഡ് ചെയ്യാതെ പോകും. അന്നേരം തന്നെ മാനസ കണ്ണീര് നിർത്തും. ആൻറ്റിയമ്മ ചോദിക്കും, അപ്പം കണ്ണീരും അഭിനയമായിരുന്നോ? മാനസ പറയും, അതെ അഭിനയമായിരുന്നു. കൃഷിന് വാചകം അടിച്ച് ജയിച്ച് നിൽക്കാനേ പറ്റത്തുള്ളൂ. അവസാനത്തെ വിജയം എനിക്കായിരിക്കും. അന്നേരം ഞാൻ ചിരിക്കും. സുമിത്രയും ബാലുവിനെയും ഷൺമുഖത്തിനെയും കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിൽ അവർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ വെറുതെ വിടേണ്ട അവസ്ഥയാണ് പോലീസിന്. കൺമണി ദേവ്ജിയെ ഫോൺ ചെയ്യുന്നുണ്ട്. സാഗറിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, കൺമണി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, സാഗറിന് ഒരു കുഴപ്പവും വരില്ല എന്ന്. കൺമണി പറയുന്നുണ്ട്, എനിക്ക് അവിടെ നിന്ന് പോകണമെന്നുണ്ട് സാർ, പക്ഷെ ആ മാനസ മേഡത്തിൻ്റെ കാര്യം ഓർക്കുമ്പോഴാ ഓരോന്നൊക്കെ പറയും. ദേവ്ജി പറയും, അവളോട് പോകാൻ പറ. ഈ അലിഗയിലാണെങ്കിൽ അവൾ GM, അവൾ പറയുന്നത് കേൾക്കണം. പക്ഷെ പുറത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവളെ അനുസരിക്കേണ്ട കാര്യം കൺമണിക്കും ഇല്ല. അതുകൊണ്ട് കൺമണി ധൈര്യമായിട്ട് പൊക്കോ. അവൾ പറയും, എന്നാൽ പോകാമല്ലേ സാർ? പിന്നെ സാർ, ഞാൻ കൃഷ് സാറിനോട് എല്ലാം തുറന്നു പറയാൻ പോവാ. ബലരാമൻ കൃഷ് സാറിൻ്റെ ചേട്ടനാണെന്നും സാഗർ സാറിൻ്റെ മകനാണെന്നും ഉള്ള കാര്യം കൺമണി തീരുമാനിച്ചു എന്ന് ദേവ്ജി ചോദിക്കുമ്പോൾ കൺമണി പറയും, അതെ സാർ ഞാൻ തീരുമാനിച്ചു. പലതവണ പറയാൻ വിചാരിച്ചതാ, പക്ഷെ പറ്റിയില്ല. ഇന്ന് എന്താണേലും ഞാൻ പറയും. പക്ഷെ സാറിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നൊന്നും അറിയില്ല. ദേവ്ജി പറയും, കൺമണി എന്താണെങ്കിലും സൂക്ഷിക്കണം. കൺമണിയുടെ ബലം ഇപ്പം കൃഷിൻ്റെ ബലം ഇപ്പം കൺമണിയുമാണ്. അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം. കൺമണി പറയും, ഞാൻ സൂക്ഷിച്ചോളാം സാർ. ഞാൻ എന്താണേലും ആ ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് തന്നെ അവരുടെ ആരും കണ്ണിപ്പെടാതെ തന്നെ നിൽക്കും. എന്നാൽ ശരി, അങ്ങനെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. ഭാഗ്യശ്രീയോട് ലാല് ചോദിക്കുന്നുണ്ട്, എന്തായി കാര്യങ്ങളെന്ന്. ഭാഗ്യശ്രീ പറയും, അമ്മയും അച്ഛനെയും ആ ഷൺമുഖം വക്കീലിനെയും എന്താണേലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി കോടതിയിൽ ഹാജരാക്കും. ഉറപ്പായിട്ടും അവരെ റിമാൻഡ് ചെയ്യും. അത് കേൾക്കുമ്പോൾ ലാലിക്ക് ഒരു സമാധാനം ഉണ്ടെങ്കിലും പറയും, ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. സുമിത്ര മേഡം ജയിലിലാന്നൊക്കെ പറഞ്ഞാൽ ഭാഗ്യശ്രീ പറയും, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നല്ലേ. അതുപോലെ തന്നെയാണ് ഇപ്പം ഇവർക്ക് സംഭവിച്ചത്. പിന്നെ അമ്മയുടെ സ്വാധീനമൊക്കെ അനുസരിച്ച് ജയിലിൽ ആവശ്യത്തിന് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കോളും. നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കാര്യങ്ങളെല്ലാം തിരക്കി ഗസ്റ്റ് ഹൗസിലേക്ക് പോകാം. അന്നേരമാണ് ഭാഗ്യശ്രീക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വരുന്നത്. കോടതിയിൽ ചെല്ലാനാവുമെന്ന് വിചാരിച്ചാണ് അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. എന്നാൽ പോലീസ് പറയുന്നത് ഇവർക്ക് 3 പേർക്കും ജാമ്യം കിട്ടി എന്നുള്ള കാര്യമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഭാഗ്യശ്രീക്ക് നല്ല നിരാശ തോന്നും. പോലീസ് പറയും, പക്ഷെ കുട്ടി വിഷമിക്കേണ്ട, ഇപ്പം ജാമ്യം കിട്ടിയെന്നേ ഉള്ളൂ, കേസ് തള്ളിപ്പോയിട്ടൊന്നുമില്ല, നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാന്ന്. അങ്ങനെ കോള് കട്ട് ചെയ്യും. എന്താ മോളെന്ന് ലാലി ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പറയും, അവർക്ക് 3 പേർക്കും ജാമ്യം കിട്ടി. ലാലി പറയും, എന്നാൽ ഞാൻ ഈ നാട് വിടാൻ പോയി, ഇനി എനിക്ക് ആലോചിക്കാൻ വയ്യ. സുമിത്ര മേഡത്തിൻ്റെ എങ്ങനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. ഭാഗ്യശ്രീ പറയും, ചേച്ചി ഇങ്ങനെ ടെൻഷൻ ആവാതെ, ഞാനില്ലേ കൂടെ, നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. ലാലി പറയും, ആരുണ്ടെന്ന് പറഞ്ഞാലും സുമിത്ര മേഡം ഇനി വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. ഭാഗ്യശ്രീ പറയും, ആദ്യം അമ്മയുടെ നീക്കം ഏട്ടനെതിരെയായിരിക്കും. ഏട്ടനെ ഏതെങ്കിലും വിധേന കൊടുക്കാൻ നോക്കും. പിന്നെ സാഗർ സാറിനെ ഇല്ലാതാക്കി അതും ഏട്ടൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കും. അമ്മയുടെ ഒരു നീക്കവും നടക്കാൻ പോകുന്നില്ല. അന്നേരം ഒരാൾ അവിടെ നിന്ന് ഇവരെ നോക്കുന്നത് ലാലി കാണും. ലാലി ആ കാര്യം ഭാഗ്യശ്രീയോട് പറയും. ഭാഗ്യശ്രീ നോക്കുമ്പോൾ അവിടെ എങ്ങും ആരെയും കാണില്ല. സുമിത്ര മേഡം ആരോ വിട്ടിട്ടുണ്ടെന്ന് ലാലി പറയുമ്പം ഭാഗ്യശ്രീ പറയുന്നുണ്ട്, ചേച്ചിക്ക് തോന്നിയതായിരിക്കും, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക, എത്രയും വേഗം ഏട്ടനെ കാര്യങ്ങളെല്ലാം അറിയിക്കണം.
ഇപ്പോഴും ICUയിൽ സാഗറിന്റെ അടുത്ത് തന്നെ സുജാത ഇരിപ്പുണ്ട്. അടുത്ത ബെഡിൽ ബലരാമനും കിടപ്പുണ്ട്. അവൻ നല്ല സെഡേഷനിലാണ്. സാഗർ സുജാതയോട് പറയുന്നുണ്ട്, സുജു കുറേ സമയമായില്ലേ താൻ ഇവിടെ ഇരിക്കുന്നത്, എനിക്ക് ആശ്വാസം തന്നെയാണ്. പക്ഷെ ICUയിൽ ഇതുപോലെ ഒരുപാട് സമയമൊന്നും ഇരിക്കാൻ പറ്റില്ല, താൻ പുറത്തേക്ക് പോക്കോ, എന്നിട്ട് ആ കൃഷ്ണനോട് ഇങ്ങോട്ട് വരാൻ പറ, അവനെ ഞാനൊന്ന് കാണട്ടെ. സുജാത പറയും, ഇല്ല ഞാൻ പോവില്ല, മാത്രമല്ല കൃഷ്ണൻ ഇങ്ങോട്ട് പറഞ്ഞു വിടില്ല, ഞാൻ പറഞ്ഞതല്ലേ കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞ് ബലരാമനെ നോക്കും. സാഗർ പറയും, എടോ താൻ ഇങ്ങനെ പേടിക്കാതെ, തനിക്ക് തോന്നുന്നുണ്ടോ എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ബലരാമൻ സ്വയം കുത്തി ഇവിടെ വന്ന് കിടക്കുമെന്ന്? മാത്രമല്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ബലരാമൻ പുറത്തിറങ്ങുമല്ലോ, എന്നെ ഇല്ലാതാക്കാനാണെങ്കിൽ പുറത്ത് വെച്ചോ ആവാമല്ലോ, അതിനുവേണ്ടി ഇങ്ങനെ ഹോസ്പിറ്റലിൽ വരേണ്ട കാര്യമുണ്ടോ? ഇപ്പം ആണെങ്കിൽ അവൻ നല്ല മയക്കത്തിലുവോ, ഒന്നും അറിയുന്നു പോലും ഇല്ല. സുജാത പറയും, അതൊക്കെ ശരിയാ, എന്നാലും ഒരു ഭാഗ്യപരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ വയ്യ. സാഗർ പറയും, അവൻ്റെ അവസ്ഥയൊക്കെ കാണുമ്പം സഹതാപം തോന്നും, അവൻ്റെ എതിരെയുള്ള കേസ് പിൻവലിക്കുകയും ചെയ്തതാ, പക്ഷേ അവൻ ചെയ്തതൊന്നും മനസ്സിൽ നിന്ന് പോവില്ല, അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റില്ല. സുജാതയും പറയുന്നുണ്ട്, അവൻ അമ്മയെന്ന് വിളിച്ചിന്നലെ കൈ പിടിച്ചപ്പം എനിക്കും ഒരു മകനോട് എന്ന പോലെ വാത്സല്യമൊക്കെ തോന്നിയതാ, പക്ഷെ കൃഷി പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ സാഗർ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, എവിടെയും പോവില്ല. ആ സമയം നേഴ്സ് വന്നിട്ട് പറയും, മാഡം ഇപ്പം തന്നെ കുറേ സമയമായി, പുറത്തേക്ക് പോകണം. സുജാത പറയും, ഇല്ല ഞാൻ പോവില്ല, കുറച്ച് സമയം കൂടി ഇവിടെ ഇരിക്കണം. നേഴ്സ് പറയും, സോറി മാഡം, മേഡത്തിന് അനുവദിച്ചു തന്ന സമയത്തിനൊക്കെ കൂടുതൽ സമയം മേഡം ഇപ്പം തന്നെ ഇവിടെ ഇരുന്നു. അന്നേരം സാഗർ പറയും, പ്ലീസ് സിസ്റ്റർ കുറച്ച് സമയം കൂടി ഇവിടെ ഇരുന്നോട്ടെ, എനിക്കൊരു ആശ്വാസത്തിന് വേണ്ടിയാ. അവർ പറയും, കംപ്ലൈൻറ്റ് വന്നാൽ എനിക്കായിരിക്കും ബുദ്ധിമുട്ടാവുക. സാഗർ പറയും, ഇല്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതെ ഞാൻ നോക്കിക്കോളാം പ്ലീസ്. എന്നാൽ ശരിയെന്നും പറഞ്ഞ് നേഴ്സ് അവിടെ നിന്ന് പോകും. സുജാത പറയും, ഞാൻ പോവില്ല സാഗർ, ബലരാമന് ബോധം വീണ് അവൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോകൂ. സാഗർ പറയുന്നുണ്ട്, എടോ ഇവിടെ വെച്ച് അവൻ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. പക്ഷേ സുജാതയ്ക്ക് എന്നാലും മനസ്സിൽ ടെൻഷൻ തന്നെയാണ്. പിന്നെ സുജാത ചോദിക്കുന്നുണ്ട്, കൃപയെന്ന് ബലരാമനെ കേൾക്കാൻ വേണ്ടി ഒരു വോയിസ് മെസ്സേജ് അയച്ചിരുന്നില്ലേ, അതെന്താന്ന് സാഗർ കേട്ടോ? സാഗർ പറയും, ഇല്ല അത് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് ഞാൻ കേൾക്കാൻ പോയില്ല. സുജാത ചോദിക്കും, എന്ത് കോൺഫിഡൻഷ്യൽ? കൃപയും ബലരാമനും തമ്മിൽ എന്താ അടുപ്പെന്ന് നമ്മൾ അറിയണം, അത് ശരിയോ തെറ്റോ എന്നറിയണം. കൃപയ്ക്ക് സംസാരശേഷി തിരികെ കിട്ടിയപ്പം അവൾ ആദ്യം ആവശ്യപ്പെട്ട കാര്യം എന്ന നിലയ്ക്കാണ് ബലരാമനെ നമ്മൾ ജയിലിൽ നിന്ന് ഇറക്കാൻ തയ്യാറായത്. പക്ഷെ അത് ശരിയായോ തെറ്റായോ എന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. സാഗർ പറയും, താൻ ഇങ്ങനെയൊക്കെ പറയുമ്പം എനിക്കൊരു സംശയം, നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന്. എൻ്റെ ഫോണിങ് എടുക്കുക, ആ മെസ്സേജ് നമുക്ക് നോക്കാം. ആ മെസ്സേജ് കേട്ടിട്ട് ബലരാമനെ പുറത്തിറക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയായിരുന്നു. സുജാത പറയും, അയ്യോ സാഗറിൻ്റെ ഫോൺ വീട്ടിലാണല്ലോ, തിരക്കിനിടയിൽ അതൊന്നും എടുത്തില്ല. സാഗർ പറയും, വീട്ടിൽ ചെന്ന ഉടനെ ആദ്യം കേൾക്കേണ്ടത് ആ മെസ്സേജാണ്. പിന്നെ ആ വക്കീൽ പറഞ്ഞ കാര്യത്തിനെക്കുറിച്ചും അന്വേഷിക്കണം. അയാൾ നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നമുക്ക് ജനിച്ച ആദ്യത്തെ കുഞ്ഞ് മരിച്ചുപോയി എന്ന കാര്യം നമുക്ക് വ്യക്തമല്ലേ, പിന്നെ എന്തിനാ അയാൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? ആ സമയമാണ് ബലരാമൻ തലയിട്ട് വെട്ടിക്കും. അത് കണ്ട് സുജാതയും സാഗറും ബലരാമനെ തന്നെ നോക്കുന്നുണ്ട്. സുജാത പറയും, നമ്മളുടെ മൂത്ത മകൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇവൻ്റെ പ്രായം കണ്ടേനെ അല്ലേ സാഗർ? സാഗർ പറയും, നമ്മളുടെ മകനെ ഇവനെയും തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇവൻ ദുഷ്ടനും നീചനും ഒക്കെയാ. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ പോലും ഇവൻ ജനിക്കാൻ പാടില്ലായിരുന്നു. കൃഷി ഇവനെ കാണാതിരിക്കുന്നത് തന്നെ നല്ലത്. കണ്ട ആ നിമിഷത്തിൽ ഇവനെ തീർക്കും. കൃഷിനെ കൺമണി ഫോൺ ചെയ്യുന്നുണ്ട്. ആ കൺമണി, നീ ഇതെവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൾ പറയും, സാർ ഞാൻ ഹോസ്പിറ്റലിന് പുറത്തെത്തിയിട്ടുണ്ടെന്ന്. എന്നാൽ പിന്നെ ഇങ്ങോട്ട് കയറി വരാൻ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല സാർ അവിടെ എല്ലാവരും ഇല്ലേ? കൃഷി ചോദിക്കും, അതിനിപ്പോൾ എന്താ, നീ ഇങ്ങോട്ട് വാ, എന്താ സംഭവിക്കുകയെന്ന് അറിയണമല്ലോ. കൺമണി പറയും, വേണ്ട സാർ, ആശുപത്രിയല്ലേ, ഒരു ബഹളമൊന്നും വേണ്ട, ഞാൻ ഇവിടെ പുറത്ത് നിൽപ്പുണ്ട്, സാർ ഇങ്ങോട്ട് വാ. എന്നാൽ ശരി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്ത് കൺമണിയുടെ അടുത്തേക്ക് പോകും. മാനസ ഇതെല്ലാം കേട്ട് ഒരു സംശയത്തോടെ നോക്കി നിൽപ്പുണ്ട്. കൺമണി കൃഷ്ണനെ ഫോൺ ചെയ്ത് കഴിയുമ്പോഴാണ് വരുൺ അങ്ങോട്ട് വരുന്നത്. വരുണിനെ കണ്ട് പെട്ടെന്ന് തന്നെ കൺമണി അവിടെ നിന്ന് മാറി നിൽക്കും. വരുൺ കൺമണിയെ കാണുന്നുമില്ല. വരുൺ ആരെയോ ഫോൺ ചെയ്യുവാണ്. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.